എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. മതി. അബ്രഹാമിനോട് സർവശക്തനായ ദൈവം അരുളി ചെയ്ത കാര്യം, സ്തോത്രം, ഇവിടെ എബ്രായ ലേഖന കർത്താവ് എടുത്ത് വിവരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ആത്മീയ അനുഗ്രഹമാണ്. രണ്ടാമത്തെ തലം സാമ്പത്തിക അനുഗ്രഹമാണ്. സ്തോത്രം. സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പം, സ്തോത്രം, ചിലരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ, സ്തോത്രം, വർഷങ്ങളായി എന്നും അവർക്ക് ദാരിദ്ര്യാവസ്ഥ മാത്രമേ ഉള്ളൂ. ചിലരെ പഠിച്ചാൽ ഒരു സാമ്പത്തിക നന്മ വരും, പെട്ടെന്ന് അതിഭയങ്കര ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അവർ കൊമ്പുകുത്തും. വേറെ ചിലര് അവരുടെ കാലത്തൊരു സാമ്പത്തിക നന്മ ഉണ്ടായില്ല, എന്നാൽ അവരുടെ തലമുറയുടെ കാലമായിട്ടും അതുണ്ടാകുന്നില്ല. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് സമ്പത്ത് വളരെ ആവശ്യമാണ്. ഈ പൊതുവെ ആത്മീയഗോളത്തിലൊരു പഠിപ്പിക്കലുണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മൾ തെറ്റിപ്പോവുമെന്ന്. തെറ്റിപ്പോവോ? പോകത്തില്ല. അതൊക്കെ ചുമ്മാ വെറും ധാരണയാ. ദാരിദ്ര്യമില്ലാതെ ജീവിച്ചാൽ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഭയങ്കര പവർഫുൾ ആവും. വർഷങ്ങളായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ടും ദാരിദ്ര്യം മാറാത്തത് നിമിത്തം ഇന്ന് അവരുടെ തലമുറ പ്രേയറിന് പോലും വരുന്നില്ല. അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്തുവായി? അപ്പം പ്രാർത്ഥിച്ചിട്ട് എന്തുവായി? എന്നും ഞങ്ങൾക്ക് ഈ കടമേ ഉള്ളോ, എന്നും ഈ ദാരിദ്ര്യമേ ഉള്ളോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ചിലരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്ന ഇന്നത്തെ ധ്യാനം. ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ചിലരെ അനുഗ്രഹിക്കുന്നു, ചിലരെ അനുഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന് പറയുമ്പം, സ്തോത്രം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇപ്പം വചനം ധ്യാനിച്ചു പോകുമ്പം ചിലരുടെ കുറവുകളൊക്കെ വെളിപ്പെടാം, തടസ്സങ്ങൾ വെളിപ്പെടാം, പ്രതിസന്ധികൾ വെളിപ്പെടാം. കുറവാണെങ്കിൽ ഏറ്റുപറയണം, തടസ്സമാണെ പൊട്ടിമാറണം, പോരാട്ടമാണെ അഴിഞ്ഞു മാറണം. തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫ്ലോ നിന്റെ മേലോട്ട് ഇന്ന് ഒഴുകി ഇറങ്ങണം.